ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവീൻ്റെ മനസ്സുള്ള പെണ്ണ് ആരാണെന്നുള്ള കാര്യം അനിയോട് പറഞ്ഞിരിക്കുകയാണല്ലോ. ഇത്രയും നാളും നവീൻ്റെ മനസ്സിലുണ്ടായിരുന്ന പെണ്ണ് നന്ദുവാണെന്ന് അറിയുമ്പോഴേക്കും എനിക്കത് ഒരുപാട് വിഷമമാവുന്നുണ്ട്. പിന്നെ നവീൻ്റെ മനസ്സിൽ ഏത് പെൺകുട്ടിയാണെങ്കിൽ തന്നെയും അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള എല്ലാ സഹായവും ചെയ്യാൻ തന്നെ അനി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് വീട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നവീൻ്റെ മനസ്സിലുള്ള പെണ്ണ് നന്ദു ആണെന്നുള്ള കാര്യം നന്ദുവിനെ അറിയിക്കാൻ അനിയത്തിനെ ഏൽപ്പിക്കുകയാണ് നവീൻ. അക്കാര്യം വളരെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണ് കേട്ടോ അനിയെ. നന്ദുവിനോട് ഇതെങ്ങനെ പറയും? അവൻ്റെ മനസ്സിലും നന്ദുവിനോടായിരുന്നു ഇഷ്ടം എന്നൊക്കെയുള്ള കാര്യം ഞാൻ എങ്ങനെ അവളോട് പറയും? ഇത് ഞാൻ പറയുമ്പോഴേക്കും അവൾ അത് ഏത് രീതിയിൽ എടുക്കും എന്നൊക്കെ തന്നെ ആലോചിക്കുകയാണ് അനി. ഞാനിത് അവളോട് പറഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ അവൾ നവീനെ പോയി കാണും. എന്നിട്ട് നവീനോട് നേരിട്ട് തന്നെ പറയും അവന് ഇഷ്ടമല്ലെന്നുള്ള കാര്യവും അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല, നന്ദുവിൻ്റെ മനസ്സിൽ ഞാനാണെന്നുള്ള കാര്യങ്ങളും അവൾ വെട്ടിത്തുറന്ന് തന്നെ നവീനോട് പറയുകയും ചെയ്യും. അല്ലാതെ എന്നോടുള്ള ഇഷ്ടം മറച്ചു വെച്ചിട്ട് നവീനെ വിവാഹം കഴിക്കാൻ അവൾ ഒരിക്കലും പറയില്ല. പിന്നെ നവീനേട്ടൻ്റെ ഭാഗത്തുനിന്ന് പല സഹായങ്ങളും നമുക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മുഖത്തടിച്ച പോലെ പറയാനും പറ്റില്ലല്ലോ. ഇതിപ്പോൾ ആകെ കുഴപ്പത്തിലാക്കിയല്ലോ ഈശ്വര. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അനാമിക എന്ന് പറയുന്ന ശല്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോയപ്പോഴേക്കും തന്നെ ഞാൻ സമാധാനിച്ചതാ ഇനി ഒരു പ്രശ്നവും ഞങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല എന്ന്. എന്നാൽ ഒട്ടും വിചാരിക്കാതെ തന്നെയാണല്ലോ ഞങ്ങൾക്കിടയിലേക്ക് വീണ്ടും നവീൻ എത്തുന്നതെന്നൊക്കെ തന്നെ പറയുക കേട്ടോ നമ്മുടെ അനി. ഇനിയിപ്പം ഈ കുടുക്കിൽ നിന്ന് എങ്ങനെയാണ് ദൈവമേ ഒന്ന് രക്ഷപ്പെടുന്നത്? നന്ദുവിനെ വിട്ടുകൊടുക്കാൻ എനിക്ക് ആവില്ല. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ നവീനും എൻ്റെ സുഹൃത്താണല്ലോ. അവൻ കാരണമാണല്ലോ അനാമികയുടെ പിടിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത്. എന്നെ അവൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു കാര്യം എനിക്ക് പറയാനും സാധിക്കുന്നില്ലല്ലോ ദൈവമേ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാൻ എനിക്കാവില്ല. അത് തന്നെയല്ല, മുത്തച്ഛനാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നവീൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ച് അവർ തമ്മിലുള്ള വിവാഹം എത്രയും വേഗം നടക്കാൻ ഞാൻ തന്നെ സഹായിക്കണമെന്ന്. ഇനിയിപ്പോൾ ഞാൻ എന്താ ദൈവമേ ചെയ്യാന്നൊക്കെ ഓർത്തിങ്ങനെ തല പുകച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ നവീനോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെ നീറിപ്പോകുകയാണ് കേട്ടോ അനി. എന്നാൽ നന്ദുവിനോടും ഇക്കാര്യം അവന് പറയാൻ പറ്റുന്നില്ല. നന്ദുവിൽ നിന്ന് ശകലം അകലമൊക്കെ പാലിക്കുന്നുണ്ടെങ്കിലും നന്ദുവിനും അത് ഒരുപാട് വിഷമമൊക്കെ ആവുകയാണ്. അവസാനം അനി തീരുമാനിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഈ കാര്യങ്ങളൊക്കെ അവരോട് തുറന്ന് പറയണം. എന്തായാലും ഈ ജന്മത്ത് എനിക്ക് നന്ദുവിനെ സ്വന്തമാക്കാൻ കഴിയില്ലെന്നാണ് തോന്നുന്നത്. ഓരോരോ പ്രശ്നങ്ങൾ കഴിയുമ്പോഴേക്കും ഓരോന്ന് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നവീൻ എന്നോട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സഹായം ചോദിച്ചിരിക്കുന്നത്. ആ സ്ഥിതിക്ക് ഞാൻ അവനെ സഹായിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നന്ദുവിനോട് ഈ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ പറയണം. എന്നെ എൻ്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നവീൻ. അതുകൊണ്ട് നന്ദികേട് കാണിക്കാൻ പാടില്ലല്ലോ. ഇനി ഈശ്വരൻ തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. എന്തായാലും നവീൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചല്ലേ, ഞാനതെന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പം എൻ്റെ ഇഷ്ടങ്ങൾ ഇവിടെ നടന്നില്ലെങ്കിൽ പോലും അവരുടെ ഇഷ്ടങ്ങൾ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നൊക്കെ തന്നെ വിചാരിച്ചുകൊണ്ട് നന്ദുവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയാനായിട്ട് റെഡിയാവുകയാണ്. അങ്ങനെ അനിയുടെ ഈ ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോഴേക്കും നന്ദുവിനാണെങ്കിലും മനസ്സിലാവുന്നുണ്ട്, ഇവൻ ഈയിടെയായിട്ട് എന്നിൽ നിന്ന് അകലം പാലിക്കുകയാണല്ലോ. എന്തോ ഇവൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. എന്തായാലും അവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം അവനെ അലട്ടുന്നുണ്ടെന്നൊക്കെ തന്നെ മനസ്സിലാക്കുകയാണ് നന്ദു. എന്തായാലും സ്റ്റേഷനിലെ തിരക്കൊക്കെ കഴിയുമ്പോഴേക്കും അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനി നന്ദുവിനെ വിളിക്കുന്നത്. എന്നിട്ട് അനി പറയുന്നുണ്ട് നന്ദുവിനോട്, എടി നീ തിരക്കിലാണോ? ഇന്ന് വൈകിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമുട്ടാറുള്ള ആ ഷോപ്പില്ലേ, നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി. ഞാനെന്തായാലും അവിടെ ഉണ്ടാകുമെന്ന് തന്നെ പറയുക. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റുള്ളൂ. വളരെ സീരിയസ് ആയിട്ട് തന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ തന്നെ പറയുക. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അതെന്താടാ അത്ര സീരിയസ് ആയിട്ട് എന്നോട് സംസാരിക്കാനുള്ള കാര്യം? എന്തെന്ന് വെച്ചാൽ നീ ഇപ്പോൾ ഫോണിൽ കൂടെ പറയേ, നമുക്കെന്തായാലും വൈകിട്ട് മീറ്റ് ചെയ്യാം. അതിന് മുമ്പ് പറയാനുള്ള കാര്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും, അയ്യോ അത് വേണ്ടടി, നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള കാര്യമാണ്. നിന്നെ നേരിട്ട് കാണുമ്പോൾ തന്നെ ഞാൻ അത് പറയുന്നുള്ളൂ, അല്ലാതെ എനിക്ക് ഫോണിൽ കൂടെ അത് പറയാൻ പറ്റില്ല എന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട്. നന്ദു വന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എന്താ അനി പറ്റിയത്? 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്ക് എന്തോ മാറ്റമുണ്ടല്ലോ. നിന്നെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇന്നലെ നിന്നെ കണ്ടപ്പോഴും നിന്റെ മുഖത്ത് വലിയ തെളിച്ചൊന്നും ഇല്ലായിരുന്നു. എന്താ സംഭവം എന്നോട് പറയാന്നൊക്കെ തന്നെ പറയുക കേട്ടോ നന്ദു. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അനി എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഏയ് അതൊന്നും അല്ലടി, ഇത് വേറൊരു കാര്യമാണ്, നിന്നോട് മാത്രം പറയാനുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് വൈകിട്ട് അത്യാവശ്യമായിട്ട് നിന്നെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് തന്നെ അനി പറയുന്നുണ്ട്. എന്തായാലും നീ വൈകിട്ട് ആ ഷോപ്പിലോട്ട് വാ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്നൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം അനി പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിലേക്ക് തന്നെ നന്ദുവും ചെല്ലുന്നുണ്ട്. അപ്പം നന്ദു അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അനി അവിടെ എത്തിയിട്ട് നന്ദുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ.
എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, ആഹാ നീ വന്നിട്ട് കുറേ നേരമായോ? ഇല്ല, ഞാൻ വന്നിട്ട് ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. നിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നൊക്കെ തന്നെ പറയുക കേട്ടോ അനി. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, എന്താടാ നിന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നേ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നിങ്ങനെ തന്നെ ചോദിക്കുക. അപ്പം ആനി ഏയ് ഒന്നുമില്ല, നിനക്കത് വെറുതെ തോന്നുന്നതായിരിക്കും എന്ന് തന്നെ പറയുകയാണ്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമല്ല, എനിക്കറിഞ്ഞൂടെ നിന്റെ മനസ്സിൽ കാര്യമായിട്ടുള്ള എന്തോ ഒരു വിഷമമുണ്ട്, അതുകൊണ്ടാണ് നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തന്നെ നന്ദുവും പറയുകയാണ്. നിനക്ക് എന്നോട് എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്ത് കാര്യമാടാ? എന്താണെങ്കിലും നീ എന്നോട് തുറന്ന് പറയടാന്നൊക്കെ തന്നെ പറയുകയാണ് നന്ദു. അപ്പോൾ അനി വീണ്ടും ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എടി അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും തന്നെ നന്ദു പറയുന്നുണ്ട്, എടാ നീ എന്താടാ ഇങ്ങനെ, എന്നോട് പറയാൻ നിനക്കെന്താ ഇത്ര മടി? 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിനക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലേക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ തോന്നുന്നുണ്ടല്ലോ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തന്നെ ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, അത് പിന്നെ എടി പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്, നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രശ്നം കൂടിയാന്ന് പറയുക. ഇതിനെങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നീയാണ് ഇനി തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. നവീനെ ഞാനിന്ന് കണ്ടിരുന്നു. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, ആഹാ നവീനേട്ടനെ കണ്ടിരുന്നോ? എന്നിട്ട് നവീനേട്ടൻ എന്തു പറഞ്ഞു? നവീനേട്ടൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുക. എടാ അത് നമ്മൾ അറിയുന്ന പെൺകുട്ടി വല്ലതും ആണോ? അതുകൊണ്ടാണോ നീ ഇനി ആശയക്കുഴപ്പത്തിലായെന്ന് ഇങ്ങനെ ചോദിക്കാം കേട്ടോ നന്ദു. അപ്പം അനി പറയുന്നുണ്ട്, അതെ എനിക്കറിയാവുന്ന കുട്ടി തന്നെയാ, എനിക്ക് ഏറ്റവും അടുത്ത കുട്ടിയും കൂടിയാ. അവളോട് എങ്ങനെ ഈ കാര്യം പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് തന്നെ പറയുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അതിനെന്തിനാടാ നീ ഇങ്ങനെ മടിക്കുന്നത്? നവീനേട്ടനെ പോലെ നല്ലൊരു പയ്യനെ കിട്ടാൻ ആ പെൺകുട്ടി പുണ്യം ചെയ്തിരിക്കണം. ഏത് പെൺകുട്ടിയാടാ നവീനേട്ടനെ ഇഷ്ടമല്ലെന്ന് പറയുന്നത്? എല്ലാ പെൺകുട്ടികൾക്കും നവീനേട്ടനെ ഇഷ്ടപ്പെടും. അതുപോലെ നല്ല സ്വഭാവമല്ലേ നവീനേട്ടന്, പിന്നെന്താ പ്രശ്നം എന്ന് തന്നെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അനിക്ക് ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടി അത് പിന്നെ നവീൻ്റെ മനസ്സിൽ നന്ദുവാണെന്ന് അറിയുമ്പോഴേക്കും ഇവക്ക് എന്നോടുള്ള ഇഷ്ടം കുറയുമെന്നൊക്കെയുള്ളൊരു ഭയം നമ്മുടെ അനിയുടെ മനസ്സിലുണ്ടായിരുന്നു. നന്ദു പിന്നെയും ചോദിക്കുകയാണ് കേട്ടോ, എടാ നീ ആരാണെന്ന് കാര്യം പറ, എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നവീനേട്ടനെ സഹായിച്ചല്ലേ പറ്റുള്ളൂ. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നവീനേട്ടന് വേണ്ടി ചെയ്തു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യത കൂടിയാ. കാരണം എത്രയോ വലിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നവീനേട്ടൻ നമ്മളെ രക്ഷിച്ചതല്ലേ. അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ സഹായിക്കണം. എന്നെക്കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു കൊടുക്കും എന്നൊക്കെ തന്നെ നന്ദു പറയുകയാണ്. നന്ദുവിൻ്റെ ഈ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്ക് വീണ്ടും ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ അനി പറയുന്നുണ്ട്, അത് പിന്നെ നന്ദു അത് എങ്ങനെ പറയണമെന്നറിയില്ല, പിന്നെ പറയാതിരിക്കാനും നിവൃത്തിയില്ല. ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഇപ്പം നിന്നോട് ഈ കാര്യം പറയുന്നത്. നവീൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്നറിഞ്ഞാൽ നീയും ഞെട്ടിപ്പോവും. അത് പിന്നെ അത് വേറെ ആരുമല്ല, അത് നീ തന്നെയാണെന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദുവിനാകെ ഷോക്കാവുകയാണ് കേട്ടോ. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, അനി നീ എന്താ ഈ പറയുന്നത്? നീ വെറുതെ തമാശയ്ക്ക് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. നവീനേട്ടൻ എന്നെ ആ രീതിയിലൊന്നും കണ്ടിട്ടില്ല. കാരണം ഇത്രയും കാലമായിട്ട് നവീനേട്ടനെ എനിക്കറിയാവുന്നതല്ലേ. എന്നിട്ട് നവീനേട്ടൻ എന്നോട് അങ്ങനെ ഒരു അടുപ്പവും കാണിച്ചിട്ടില്ല. എന്നെ ആ ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടേ ഇല്ല. നീ എന്താ നീ ഈ പറയുന്നത്? ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ തന്നെ പറയുക കേട്ടോ. നവീനേട്ടനെ ഞാൻ ഒരിക്കലും ആ രീതിക്ക് കണ്ടിട്ടില്ല. എൻ്റെ ഒരു സഹോദരൻ എന്ന നിലയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. നീ എന്താ അനി ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അനിയോട് ചൂടാവുകയാണ്. അപ്പം അനി പറയുന്നുണ്ട്, നന്ദു അതാണ് സത്യം. നിന്നെ നവീനേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഞാൻ നിന്നെ പ്രണയിക്കുന്നതിന് മുമ്പ് മുതലേ തുടങ്ങിയ പ്രണയമാണ്. നവീന് കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ അത് നിന്നോട് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നീ കുറച്ച് ബോൾഡായ പെൺകുട്ടി ആയതുകൊണ്ടാണ് അവന് നിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ കഴിയാഞ്ഞത്. അതുകൊണ്ടാണ് അവൻ അവൻ്റെ ഇഷ്ടം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നത്. അതുകൊണ്ടാണ് നവീൻ ഇത്ര നാളും വേറെ വിവാഹത്തെ പറ്റിയൊന്നും ആലോചിക്കാതിരുന്നത്. നീയായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന പെൺകുട്ടി. നിന്നോടല്ലാതെ വേറെ ഒരാളോടും ഇഷ്ടം തോന്നിയിട്ടില്ലെന്നാണ് നവീൻ പറയുന്നത്. ഇത് കേട്ട പാടെ നന്ദു അങ്ങ് കരയാൻ തുടങ്ങിയാണ് കേട്ടോ. എടാ നീ എന്താടാ ഈ പറയുന്നത്? നവീനേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോണ്ട് നീ മിണ്ടാതിരുന്നോ? നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം? നിന്റെ വായിൽ നിന്ന് തന്നെ ഇതൊക്കെ കേൾക്കാന്ന് പറയുന്നത് എനിക്ക് എത്രയും വേദനയുള്ള കാര്യമാണെന്ന് അറിയാവോ? നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിനക്ക് പറയാമായിരുന്നല്ലോ അനി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പം അനി പറയുന്നുണ്ട്, അത് പിന്നെ എടി എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നവീൻ അത്രയ്ക്കും ആത്മവിശ്വാസത്തോടെയും ഒരു ഇഷ്ടത്തോടെയൊക്കെയാണ് ഈ കാര്യം പറഞ്ഞത്. ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ നമ്മുടെ കാര്യം പറഞ്ഞു കൊടുക്കും? നമ്മുടെ കാര്യം തന്നെ നടക്കൂല്ലോ എന്നുള്ളതൊന്നും ഉറപ്പായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ പറയുന്നത്? നമ്മൾ ഇത്രത്തോളം അടുത്തു നിന്നൊക്കെയുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അനാമിക എന്ന നാശത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് അവനല്ലേ. അതുകൊണ്ട് അവനോടുള്ള കടപ്പാട് എനിക്ക് മറക്കാൻ പറ്റുമോ? അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന പോലെ തിരിച്ചിത് പറയാൻ എനിക്ക് തോന്നിയില്ലെന്ന് തോന്നുന്നു തന്നെ പറയുക. ഇനി നിനക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന് വെച്ചാൽ.
അപ്പോൾ നന്ദു ഇതൊക്കെ കേട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. എടാ എന്നാലും ഇതെങ്ങനെ, എനിക്കിത് ഓർക്കാൻ കൂടി പയ്യ. നിന്റെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല അനി. അതിനിപ്പം എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരിയെന്നൊക്കെ തന്നെ നന്ദുവും പറയുകയാണ്. അപ്പം അനി പറയുന്നുണ്ട്, ഇനിയിപ്പം നീയാണ് തീരുമാനിക്കേണ്ടത്. എടി അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാണ്. എനിക്ക് അവനോട് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. അവൻ എന്ത് വിചാരിക്കും? അവൻ നമ്മളെ ആ രീതിക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവൻ എന്നോട് തന്നെ അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദുവാണെന്നുള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ട് എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ഓരോരോ കുരുക്കഴിയുമ്പോഴേക്കും ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുക. എന്തിനാ ദൈവം നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഇനിയിപ്പോൾ ഇത് എന്തായി തീരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് നന്ദുവിനോട് അനി പറയുന്നുണ്ട്, എടി എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലോട്ടൊന്ന് പോകണം. അറിയാമല്ലോ ആദർശേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറേയധികം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഓഫീസിലോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ ഒരു മനസ്സമാധാനവും ഇല്ല. ഈ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ തീയതി ഒന്ന് നടക്കുക ഞാൻ. ഇതെങ്ങനെ നിന്നോട് പറയുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നീയും കൂടെ ഒന്നിരുന്ന് ആലോചിക്കുക. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നീയും കൂടെ ഇരുന്ന് ഒന്ന് ആലോചിക്കുക. വേണമെങ്കിൽ നമുക്ക് നവീനെ ഒന്ന് പോയി കാണാം, നവീനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്തുവാണെങ്കിലും നിന്നോടും കൂടി പറഞ്ഞിട്ട് ആലോചിച്ച് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇപ്പം ഞാൻ നിന്നെ വിളിച്ചത്. അപ്പോൾ ശരി, ഞാൻ എന്തായാലും പോവാം. എനിക്ക് ഓഫീസിൽ കുറേയധികം വർക്കുകൾ തീർക്കാനുണ്ട്. ഞാൻ നിന്നെ വിളിച്ചോളാം എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ നന്ദുവിന് ഇതൊക്കെ കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. നന്ദു ഇരുന്ന് കരച്ചിലോട് കരച്ചിലാണ് കേട്ടോ. ഈശ്വര, നീ എന്ത് പരീക്ഷണമായി തരുന്നത്? നവീനേട്ടനെ ഞാൻ അങ്ങനെ ഒരു സ്ഥാനത്ത് കണ്ടിട്ടില്ല. നവീനേട്ടന് എൻ്റെ മനസ്സിലൊരു ഏട്ടൻ്റെ സ്ഥാനം തന്നെയാണ് ഉള്ളത്. അല്ലാതെ വേറൊരു ഇഷ്ടവും എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പം എൻ്റെ മനസ്സിൽ അനിയാ ഉള്ളതെന്നുള്ളത് ഞാൻ എങ്ങനെ നവീനേട്ടനോട് പറയും? ഈശ്വര, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ മുഖത്ത് നോക്കി ഇഷ്ടമല്ലാന്ന് ഞാൻ എങ്ങനെ പറയും? എന്തൊരു വിധിയാ ഈശ്വര എന്നൊക്കെ തന്നെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ വിഷമിച്ച് കരയുകയാണ് കേട്ടോ നന്ദു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ നവീനേട്ടനോട് എന്ത് പറയും? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നവീനേട്ടനോട് എങ്ങനെ കാര്യങ്ങൾ പറയും? അനിയാണ് എൻ്റെ മനസ്സിലുള്ള പയ്യനെന്ന് ഞാൻ എങ്ങനെ നവീനേട്ടൻ്റെ മുഖത്ത് നോക്കി പറയും? അതുപോലെ തന്നെ അനിയുടെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ എങ്ങനെ പറയും ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ആകെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്ദു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.